ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഔട്ട്ഡോർ ഗാർഡനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ഇൻഡോർ ഗാർഡനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചായിരുന്നു. നിങ്ങളത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഔട്ട്ഡോർ ഗാർഡനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം, അത് കഴിഞ്ഞ വർഷം നട്ട ക്യാബേജിൻ്റെ കുറ്റികളാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കളകൾ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ കളകളൊക്കെ പറിച്ച് കളയണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളകളെല്ലാം പറിക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് കളകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ നാട്ടിൽ തൂമ്പ പോലെ ഇരിക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കള പറിക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ ഇവിടെയുള്ള കളകളെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞു. നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ കുറച്ച് കളകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിത് പറിച്ച് കളഞ്ഞു. നമ്മൾ എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് ഉഴുത് മറിച്ച് മണ്ണ്. ഇനി നമ്മുടെ ചെടി നമ്മൾ നടാൻ പോവാണ്. ഇവിടെ May 23 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെടി നടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ തക്കാളി നടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി നടാനായിട്ട് കുറച്ച് മണ്ണെടുത്ത് നമുക്ക് ഒരു ലൈനായിട്ട് മണ്ണെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചെടിയാണിത്. ഇത് ഏകദേശം നമുക്ക് നടാൻ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന കുഴിയിലേക്ക് നമുക്കിത് നടാം. നമ്മളിത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ നടുന്നത്, കാരണം ഇത് മണ്ണിൽ അലിഞ്ഞു ചേർന്നോളും. അതുകൊണ്ട് തന്നെ നമുക്കിത് നടാം. ഇപ്പോൾ ഓരോന്ന് കുഴിയിലേക്ക് ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മണ്ണിട്ട് മൂടാം. നമ്മളപ്പോൾ ഇവിടെ ചെടി മണ്ണിട്ട് മൂടാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെടി വയ്ക്കുമ്പോൾ 2 കൈപ്പത്തി അകലം സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികളെല്ലാം നട്ടു. നമുക്കിനി ഇതൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാം. നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ ഫെൻസ് കെട്ടി. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, മെയിനായിട്ട് ഇവിടെ 2-3 മുയലുകളുണ്ട്. അപ്പോൾ മുയലുകൾ ഇവിടെ കയറാതിരിക്കാനാണ് നമ്മളിവിടെ ഫെൻസ് കെട്ടിയത്. പിന്നെ എനിക്കിവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞു തന്നതാണ്, നമ്മളിപ്പോൾ ഈ സോപ്പ് നമ്മൾ ഈ ഫെൻസിൻ്റെ സൈഡിൽ കെട്ടി വെക്കുകയാണെങ്കിൽ മുയലുകളും അങ്ങനെയൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ഈ സോപ്പിൻ്റെ സ്മെല്ല് കാരണം അവർക്ക് ഇവിടെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ വിത്തുകളെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ നട്ടിട്ട് ഇപ്പോൾ ഒരു 3-4 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മൾ നട്ട സാധനങ്ങളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മുളച്ച് വന്നതെന്ന്. ഇത് നിങ്ങളുടെ നേരെ കാണുന്നത് ഇപ്പോൾ പയറാണ്. പയർ അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നട്ടിരുന്നത് മത്തങ്ങയാണ്. നമുക്ക് നോക്കാം നമ്മുടെ മത്തങ്ങയ്ക്ക് എന്ത് പറ്റിയെന്ന്. മത്തങ്ങയും മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ കളകളുണ്ട്, പറിക്കണം, സമയം കിട്ടിയില്ല. കണ്ടോ, ഇത് നാട്ടിലെ പയറാണ് ഈ മുളച്ച് നിൽക്കുന്നത്. അതായത് നമ്മൾ പാവിയ ബീൻസിൻ്റെ ചെടികളാണ് ഇപ്പോൾ മുളച്ച് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ആഴ്ച കൂടുമ്പോൾ ഞാനിതിന് വളമിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വളമാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് ചെടികളെല്ലാം കാണിച്ചു തരാം. ഇതെവിടെ റോസ് ചെടി, അത് കുറച്ചും കൂടി ലൈറ്റ് റോസാണ്.
പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചെടികളൊന്നും ഇലയുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എല്ലാം ഇതിപ്പോൾ മുളച്ച് വന്ന് ദേ മുട്ടിട്ട് ദേ പൂവിട്ടതാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ സമ്മർ ഫുള്ള് തീരുന്ന വരെ ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ കണ്ടോ ഒരു ചെറിയ ചെടിയിലെ 2 പൂവ്. ഇവിടെ ഒത്തിരി റോസ് ചെടി ഉണ്ട്, നന്നായിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ കമൻറ്റ് ചെയ്യാം.